സിനിമയിലെ തുടക്കം തന്നെ അവർ പുതിയ വീട്ടിലേക്ക് വരുന്ന ഒരു സീനാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് രണ്ട് പേരില്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ഒരു കുടുംബമായിട്ട് ഒരിത് വരുന്നു. ഇപ്പോൾ ഇവരെയൊക്കെ ഫസ്റ്റ് സീനിൽ അറിയാമല്ലോ. ഇതൊക്കെ തന്നെ ഒരു ഇൻട്രോ. പിന്നെ സുരാജ് വെണ്ണീറും കൂടി പൈസയായിട്ടൊരു ബന്ധമാണ്, കോലുമായിട്ട് പരമായിട്ട് ബന്ധമായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയുള്ള ഇതും ആ ഇൻട്രോ തുടങ്ങുന്നു. പിന്നെ ഒരു കോമഡി സീൻ ആദ്യം തന്നെ ഉണ്ട്. അവിടുത്തെ ഒരു ആചാരമായിട്ട് തേങ്ങ തലയിലടിച്ച് പൊട്ടിക്കുന്ന ഒരു ആചാരമുണ്ട്. അത് അത്യാവശ്യം തിയേറ്ററിൽ ചിരിപ്പിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് ഇൻട്രോ. ഇനി കഥ തുടങ്ങുന്നത് സുരാജ് വെണ്ണീറും ബേബി ജീനുമായിട്ടൊരു കഥയാണ്. അതായത് ബേബി ജീന് ബിസിനസ് തുടങ്ങുന്നുണ്ട്, പക്ഷേ സുരാജ് വെണ്ണീർ പറ്റിച്ച് ബേബി ജീനെ കൊണ്ട് പറ്റിക്കണം. പക്ഷേ ബേബി ജീൻ അറിയുന്നില്ല. ആ ഒരു സീനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് സുരാജ് വെണ്ണീറും ബേബി ജീനും കൂടെ പുതിയ താമസക്കാരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ബേബി ജീൻ്റെ അടുത്ത് വരണ്ട, സുരാജ് വെണ്ണീറും കൂടി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്ന് വെച്ചാൽ ഈ മരിച്ചുപോയ ഇവർ ഭർത്താവുണ്ടോ, അവർ കുറച്ച് അതേപോലെ ഇവരുടെ കൂട്ടുകാരും സുരാജ് വെണ്ണീറും കൂടെ അന്നൊരു ചെറിയ അമ്പലം തുടങ്ങിയതാണ്. ഇത്രയും വലുതാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഫേക്കായിട്ടുണ്ടാക്കിയ അമ്പലമാണ്. അവർ പൈസയ്ക്ക് വേണ്ടി അന്ന് ഉണ്ടാക്കിയ ഒരു അമ്പലമാണ്. ഇത് ഇത്രയും പെട്ടെന്ന് ക്ലിക്കാവും എന്നൊക്കെ പറഞ്ഞ് ഇത് പുരാണത്തിൽ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണെന്നാണ് പറയുന്നത്. കൃഷ്ണന് മിച്ചർ തിന്നാൻ വേണ്ടി പോയപ്പോൾ അങ്ങനത്തെ കുറച്ച് കഥയൊക്കെ ഉണ്ടാക്കി പറയുന്നു. അങ്ങനെ അതാണ് മിച്ചറാണ് അവിടുത്തെ പ്രസാദമായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ. അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് സുരാജ് ഇറങ്ങാൻ നേരത്ത് പറയുന്നു തലയ്ക്ക് എന്ത് പറ്റിയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു അത് ആ കോവിലിൽ ഇങ്ങനെ ആചാരം ചെയ്ത് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങുന്നു. ആ കൊള്ള നല്ലത് വരുന്നേ വരും, കാരണം അത് ഫേക്ക് കോവിലല്ലേ, പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ. ഇതിനുള്ള സീനിൽ സൈജു കുറുപ്പ് കോവിലിൽ പോയി നോക്കുമ്പോൾ മിക്ക കോവിലിൻ്റെ അടുത്തും ഇവരെയൊക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നോക്കിയപ്പോൾ തൂണിലും അതിലൊക്കെ പേര് ഇവരെയാണ്. അപ്പോഴാണ് ഇനി ഒരു അടുത്തൊരു കോമഡി സീൻ. ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഫോട്ടോയാണ് ഈ കോവിൽ വെച്ചിരുന്നത്. അതൊരു കോമഡി സീനായിരുന്നു. അതിപ്പോൾ അന്ന് ഇതേപോലെ സുരാജ് വെണ്ണീർ വന്നപ്പോൾ ഒരു തുറിച്ച് നോക്കി, ഇതെവിടെ കണ്ടിട്ടുണ്ട് രീതിയിൽ. അപ്പോൾ ഇതാണ് സംഭവം വരുന്നത്. അതേപോലെ കോവിലിലെ പോറ്റിയും അതേപോലെ നോക്കിയിരുന്നു, കാരണം ഇതായിരുന്നു സംഭവം. കോവിലിലെ ആ ഒരു ഫോട്ടോയിൽ ഉള്ള ഇതാണ്. അങ്ങനെ സുരാജ് വെണ്ണീറും കൂടി വേറൊരു ദിവസം വന്നിട്ട് ഇതേപോലെ വന്ന് ബേബിജിൻ്റെ അടുത്ത് പറഞ്ഞു വരണ്ട, അവർ അതൊക്കെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞു ഓട്ടിച്ചു വിടുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് കയറി പോവുകയാണ് സുരാജ്. ഇനിയാണ് ഈ കഥ തുടങ്ങുന്നത്. സുരാജ് വെണ്ണീർ ഇവരും കൊണ്ട് ഒരു വാക്ക് തർക്കമായി. ഇവർ രണ്ടുപേരും കൂടെ ഫൈറ്റ് ആവുന്നു. പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടന്നു. അപ്പോൾ ഈ ഫൈറ്റിൽ നല്ല ഫൈറ്റ് ആയിരുന്നു. ലാസ്റ്റ് എല്ലാവരും കൂടി ഇടിച്ച്, കാരണം അത്രയും സുരാജ് വെണ്ണീർ വൈലൻ്റായി. അങ്ങനെ അവസാനം ഈ കിളവി ഒറ്റ തിരിപ്പ് ഇതാളാക്കി. ഈ സീന് നല്ലൊരു കോമഡി സീനായിരുന്നു, എല്ലാവരും ചിരിപ്പിക്കുന്ന പറ്റിയൊരു സീനായിരുന്നു. ഇത് തിയേറ്റർ നമ്മൾ കണ്ടു തന്നെ സിനിമയാണ്, എക്സ്പ്ലനേഷനിലൊന്നുമല്ല. എന്നാലും ഇത് കിട്ടുന്ന സീനായിരുന്നു. ചിരിച്ചു വിടുമ്പം തന്നെ നോക്കിക്കോ ഒറ്റ പോക്കാണ്. അതിനുശേഷമുള്ള സീൻ എന്ന് പറയുന്നത് സൈജു കുറുപ്പ്. അതായത് സൈജു കുറുപ്പ് അറിയുന്നില്ല കോവിലിൽ പോയിരുന്നു. അങ്ങനെ സൈജു കുറുപ്പ് വന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് അയ്യോ ഇതാണ് സംഭവം എന്ന്. അതിനുശേഷം കുറേ കഴിഞ്ഞ് ബേബി ജീൻ ഇങ്ങനെ വരെയാണ് വീട്ടിൽ. എന്നിട്ട് പറഞ്ഞാൽ എൻ്റെ മാമൻ എവിടെ, മാമനെ കണ്ടു എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ മാമനെ കണ്ടില്ല, ഇത് മാമൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ മാമൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ ഞെട്ടി. പക്ഷേ ഇപ്പോൾ ബേബി ജീൻ്റെ അടുത്ത് പറയണത് എൻ്റെ മാമനൊന്നും ഇവിടെ വന്നില്ല, കണ്ടില്ല, അന്വേഷിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് കള്ളം പറയുകയാണ്. അങ്ങനെ ബേബി ജീൻ പോവുകയാണ്. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഉണ്ടല്ലോ, സുരാജിൻ്റെ ബോഡി ഒരു ഓട്ടോയിൽ വിളിച്ചുകൊണ്ട് മാറ്റണമല്ലോ. അങ്ങനെ ഓട്ടോ ചെയ്യാൻ അപ്പോൾ അന്ന് കഞ്ചാവ് പിടിച്ചിട്ട് ഒരു ആട്ടോ സീനായിട്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്തിട്ടേ വിടും. അങ്ങനെ ആട്ടൊന്നും ഇല്ലായിരുന്നു. അവസാനം ഒരു ആട്ടോ കിട്ടി. ആട്ടോ വന്നപ്പോൾ പറഞ്ഞ് ചെക്ക് ചെയ്തതിന് ശേഷം കയറ്റു. ഇവരാണ് ബോഡി ഉണ്ട് സുരാജിൻ്റെ പഴത്തിൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ പഴക്കോല മാത്രം ഇട്ടിട്ട് ബോഡി മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ പിടിക്കപ്പെടും. കാരണം എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നോക്കണത്. ഇവൻ തന്നെ കയറിപ്പോവേണ്ടി വരും നാട്ടുകാരോടെ. അപ്പോൾ ഇതെടുത്ത് മാറ്റേണ്ടി വന്നു. അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇവർ രണ്ട് സ്കൂട്ടറിൽ കൊണ്ടുവന്നു. സ്കൂട്ടറാണെങ്കിൽ ഒട്ടും സ്പീഡും ഇല്ല. സ്കൂട്ടറിൽ ബോഡി കൊണ്ട് കളാന്ന് പറഞ്ഞു. അങ്ങനെ തോടിൻ്റെ അവിടെ പോയപ്പോൾ ബേബി ജീനെ കണ്ടുവിട്ട് ബേബി ജീൻ പറഞ്ഞു എവിടെ പോകുന്നു, ആക്രിക്ക് കൊടുക്കാം. കാരണം അവർ പറഞ്ഞു ഇത് ആക്രി സാധനമാണെന്ന്. അങ്ങനെ ബേബി ജീൻ്റെ അവിടെ പോയപ്പോൾ വേറെ വഴിയിൽ പോയി ബേബി ജീൻ കണ്ടില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ വേറെ റൂട്ടിലും പോയി, വേറെ വഴിയിൽ പോയി. ബേബി ജീൻ നോക്കിയപ്പോൾ അവരെ കാണാനില്ല. അങ്ങനെ തിരിച്ച് സുരാജിൻ്റെ ബോഡി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അതായത് വീട് വാങ്ങിക്കാൻ മേളത്തെ നില വാടകയ്ക്ക് കൊടുത്താൽ അവർ വാങ്ങിക്കാൻ ആൾക്കാരുന്നു. അപ്പോൾ അവരും കൂടെ ഹെൽപ്പ് ചെയ്ത് മാറ്റാൻ, കാരണം അവർ പഴക്കൊലയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ കൊണ്ടുപോയത് കുറച്ച് എന്ന് പറഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവർ തന്നെ ഒറ്റിക്കണം. അപ്പോൾ ഒരു കൊച്ചറിവ് എനിക്ക് പഴം വേണം. പക്ഷെ അവരെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് അവർ കൊണ്ടുപോയി. അവസാനം ഇവർ നോക്കിയിരിക്കുകയാണ് എന്നും പറഞ്ഞ്. അപ്പോൾ ഇവർ വീടൊന്നും കൊടുക്കാനില്ല, വാടകയ്ക്കില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. കാരണം അല്ലെങ്കിൽ പിടിക്കപ്പെടും. അവസാനം സൈജു കുറിപ്പ് ചെയ്ത് ഇപ്പോൾ ഇവർ പോവുകയാണ്, വീട്ടിൽ നിന്ന് പോവുകയാണ്. കാരണം അവർ വീട് കൊടുത്തില്ല, ഈ പ്രശ്നമൊക്കെ വേണ്ടേ. അത് സൈജു കുറിപ്പ് എന്തിനെന്ന് വെച്ചാൽ ഈ ബോർഡ് അവിടെ വീട് വിൽപ്പനയ്ക്കുള്ള മേണ്ടത്ത് നിന്ന് വിൽപ്പനയ്ക്കുള്ളത് ബോർഡെടുത്ത് കളയുകയാണ് ചെയ്യണത്. അപ്പോൾ അടുത്ത സീനെന്ന് പറഞ്ഞാൽ ഇവർ ഓരോ സ്ഥലത്ത് ഡംപ് ചെയ്യാൻ നോക്കും, പക്ഷേ നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ സുഭാഷ് ഉണ്ടല്ലോ, അതായത് സുരാജിൻ്റെ
കൂടെ നടക്കുന്ന സുഭാഷിൻ്റെ മാമനിൽ സുരാജ് വെഞ്ഞാറ. അങ്ങനെ സുഭാഷ് വന്ന് അവിടെ നോക്കും, കാരണം ഒരു ഡൗട്ടുണ്ട് ഇവരങ്ങനെ അവിടെ പോകുമ്പോൾ അവരെ പിറകെയുണ്ട്. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ സുഭാഷ് ഇങ്ങനെ വീട്ടിൽ വീണ്ടും ഒരു ദിവസം കയറി വന്നിട്ട് മഴയത്ത് കയറി വന്നിട്ട് ചോദിച്ചിട്ട് മാമനെ കണ്ടില്ല, മിസ്സിനാണ്. അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ പറഞ്ഞതല്ലേ മാമനെ നമ്മൾക്ക് അറിഞ്ഞുകൂടാ എവിടെ പോയിന്ന്. അപ്പോൾ സുഭാഷ് സംശയത്തോടെ ഇറങ്ങി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് പോവുകയാണ്. കാരണം അയൽവക്കമാണ്, സുഭാഷിൻ്റെ വീട് തൊട്ട് അയൽവക്കമാണ്. അടുത്ത പുതിയൊരാൾ വരെയാണ്. കാരണം ഞാൻ നീല ഷർട്ടിട്ട ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സുബേഷിൻ്റെ കാര്യം പിന്നെ സുരാജ് എന്നെ കൊന്ന കാര്യമൊക്കെ പറയുകയാണ് ഹെൽപ്പിന് ചോദിക്കാൻ വേണ്ടി. അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഒരു ഐശ്വര്യ യോഗത്തിന് വേണ്ടി ഇങ്ങനെ വീട്ടിൽ വേണം. അപ്പോൾ സുഭാഷിനൊരു പറ്റിയ അവസരമാണ്. ഇവരെ സംശയമുണ്ട്, വീടൊക്കെ ചെക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ വീട്ടിൽ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇവർ പറയുകയാണ് ഇങ്ങനെ ഐശ്വര്യ യോഗം പറയണം. ഇവർക്ക് അറിഞ്ഞൂടല്ലോ സംഭവം, പക്ഷേ സുഭാഷിന് എന്തോ ഒരു ഡൗട്ടുണ്ട്. അങ്ങനെ സുഭാഷ് സായി കുറുപ്പിൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ് ഇവിടെ എത്ര റൂമുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സായി കുറുപ്പിൻ്റെ അടുത്ത് ചോദിക്കണത്. അപ്പം പറഞ്ഞ് ഇവിടെ 5 റൂമാണുള്ളത്. അപ്പോൾ കേട്ടപാടി സുഭാഷ് ഒറ്റ ഓടി റൂമിലൊക്കെ കയറി ചെക്ക് ചെയ്യാം. അങ്ങനെ സുഭാഷ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താഴെയാണെങ്കിൽ ഒരു സ്മെല്ല് വരുന്നു, അവർക്ക് വീട്ടുകാർക്ക് ഒരു സ്മെല്ല് അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ എന്തിനു ചെയ്യുന്നു, അവിടുത്തെ കിളവിയാണെങ്കിൽ എന്തിനു ചെയ്ത് സ്മെല്ലടിക്കാതിരിക്കും കുന്തിരിക്കൊക്കെ ഇട്ട് അവിടെ പുകച്ചെടുക്കുകയാണ്. സുരാജ് വെഞ്ഞാറമ്മൂൻ്റെ ബോഡി അറിയാതിരിക്കാൻ, സുഭാഷ് അറിയാതിരിക്കാൻ വേണ്ടി ഒരു കിണറ്റിക്കൊണ്ട് ഇങ്ങനത്തെ കയറ് കയറ്റി വെച്ച് എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നത് സുഭാഷ് എന്തോ ഒരു സംശയം എനിക്ക് മണക്കുന്നുണ്ട്, ഇവരുമായിട്ട് ബന്ധമായിട്ട് നമ്മുടെ മാമ മിസ്സിങ് കേസ് ഇവരുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറയുകയാണ്.